ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അല്ലേ. ഇന്നത്തെ വിശേഷവും പ്രമോയൊക്കെ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അങ്ങനെ ഇന്ന് നമ്മൾ ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് വേറൊന്നുമല്ല, നമ്മുടെ ശ്രുതിയുടെ ജീവിതം കുട്ടിച്ചോറാക്കുമോ ആ മാനേജർ. ഏതായാലും പുള്ളിക്കാരൻ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു. ശ്രുതി ഒരു കുട്ടിയുടെ അമ്മയാണ് എന്നും ശ്രുതിയുടെ യഥാർത്ഥ പേര് കല്യാണിയാണ് എന്നും. ഇതറിഞ്ഞതുകൊണ്ട് തന്നെ ഇനി പുള്ളിക്കാരൻ അടങ്ങിയിരിക്കില്ല. നമ്മുടെ ശ്രുതിയുടെ വിവാഹം മുടക്കുക എന്നത് തന്നെയാണ് പുള്ളിക്കാരൻ്റെ ലക്ഷ്യം. അതുമാത്രമല്ല, ശ്രുതിയെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം സ്വന്തമാക്കുക എന്നൊരാഗ്രഹവും കൂടെ അങ്ങേർക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതിനെ ബ്ലാക്ക് മെയിൽ ചെയ്യും, അത് ഉറപ്പാണ്. ഏതായാലും ആ ഒരു സീൻ കാണിച്ചു കഴിഞ്ഞ് പിന്നെ കാണിക്കും നമ്മുടെ ചന്ദ്രനെയാണ് കേട്ടോ. അങ്ങനെ നേരം പരപരാ വെളുത്തു. ശാന്തി മുഹൂർത്തമൊക്കെ ഏതായാലും വെള്ളത്തിൽ മുങ്ങിപ്പോയി. അങ്ങനെ നേരം പരപരാ വെളുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങനെ കാല് ഇങ്ങനെ കട്ടിലയിലൊക്കെ ഇങ്ങനെ നൂർത്തിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഈ സമയമാണ് രവീന്ദ്രൻ കയറി വരുന്നത്. അപ്പോൾ രവീന്ദ്രനോട് പറഞ്ഞു, അയ്യോ എനിക്ക് കാല് വേദന എടുക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാലിന് ഒരു വേദന കുറവുമില്ല. ഗുളികകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും കഴിച്ചിട്ട് വേദന കുറയുന്നില്ലെന്ന് പറഞ്ഞപ്പം എങ്ങനെ നിൻ്റെ വേദന കുറയാതിരിക്കും? അതുമല്ല എടി, ഇംഗ്ലീഷ് മരുന്നല്ലേ നീ കഴിച്ചേക്കുന്നത്. അതൊക്കെ പെട്ടെന്ന് കുറഞ്ഞോളും. ഇനിയിപ്പോൾ വല്ല പച്ചമരുന്നും ഒക്കെ നോക്കേണ്ടി വരും. ഈ ചതവിനും ഉളുക്കിനും ഒക്കെ അത് തന്നെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞപ്പോൾ പച്ചമരുന്നോ? കഷായമൊന്നും എന്നെ കൊണ്ട് പറ്റില്ല കുടിക്കാൻ. എൻ്റെ കാലിങ്ങനെ ആയതുകൊണ്ടാണ്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നടന്നേനെ. ഇവിടെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയാണ് എന്ന് പറഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, ഓ അങ്ങനെയൊന്നുമില്ല ചന്ദ്രേ, നിനക്ക് ഇവിടെ വെറുതെ കയറി ഇരുന്നാൽ മതിയല്ലോ. ഇപ്പോഴും നീ വെറുതെ ഇരിക്കുന്നു, അതിനു മുമ്പ് നീ വെറുതെ ഇരിക്കുകയായിരുന്നു. ഇപ്പം കാല് വയ്യെന്ന് പറഞ്ഞുകൊണ്ട് കട്ടിലിൽ നീ വെറുതെ ഇരിക്കുന്നു. അല്ലായിരുന്നെങ്കിൽ നീ എവിടെയായിരുന്നു വെറുതെ ഇരുന്നുകൊണ്ടിരുന്നത്? ആ കസേരയിട്ട് അവിടെ ചെന്നിരുന്ന ആ ടി വിയുടെ മുമ്പിലോ അല്ലെങ്കിൽ ഫോണിൻ്റെ മുമ്പിലോ ഒക്കെ അല്ലേ നീ ഇരുന്നത്. അല്ലാതെ നീ ഇവിടെ മലമറിച്ച് പണിയൊന്നും ചെയ്യുന്നില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പം, ഓ നിങ്ങൾക്ക് ആർക്കും ഇപ്പം ഞാൻ പണി ചെയ്യാത്തതിനല്ലേ എൻ്റെ ഈ കാലുവേദന എന്താണെന്ന് എനിക്ക് മാത്രമല്ല എൻ്റെ ഈശ്വര അറിയത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അച്ചമ്മ വന്നിട്ട് പറഞ്ഞു, ചന്ദ്രേ, നിൻ്റെ ഈ കാലിൻ്റെ വേദന കണ്ടിട്ടേ ഇവിടെ ആർക്കും ഒരു സഹതാപവും തോന്നുന്നില്ല. കാരണം വേറൊന്നുമല്ല, മനഃപൂർവ്വം നീ വരുത്തി വെച്ചതല്ലേ. പാവൻ രേവതിനെ നീ എന്തൊക്കെ പറഞ്ഞു, അവളുടെ വീട്ടുകാർ നീ എന്തൊക്കെ പറഞ്ഞു. ദൈവം ഇതൊക്കെ കാണുന്നുണ്ടെന്നെങ്കിലും നീ ഓർക്കണ്ടേ എൻ്റെ പൊന്നു ചന്ദ്രേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അല്ലെങ്കിലും ഇതെല്ലാം അവൾ കാരണം തന്നെയാണ്. അവൾ ഈ വീട്ടിൽ കയറി വന്ന അന്ന് തുടങ്ങിയ കഷ്ടകാലമാണ്. അവളുടെ കെട്ടിയോനായിരുന്നു കഷ്ടകാലം തുരുതുരാ വന്നുകൊണ്ടിരുന്നത്. ഇപ്പം ദേ എനിക്കായി എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചി വന്നില്ലേ. സച്ചി വന്നിട്ട്, നിങ്ങൾ എന്താ പറയുന്നത്? രേവതി കയറി വന്നിട്ട് നിങ്ങൾക്ക് കഷ്ടകാലം തുടങ്ങിയെന്നല്ലേ? അതെ, ദൈവം ഇതൊക്കെ കാണുന്നുണ്ട്. എൻ്റെ അമ്മ ഒരു കാര്യം ഓർക്കണം. പണ്ടൊക്കെ പിന്നെ ആയിരുന്നു. ഇപ്പം ദൈവമേ ഓൺ ദ സ്പോട്ടിൽ തന്നെ പണി തരുന്നു, മനസ്സിലായല്ലോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 50 ലക്ഷം രൂപയുടെ കാര്യം, അത് മറക്കുകയേ വേണ്ട. ഇപ്പം കാലാ പോയത്. പതുക്കെ കൈ പോകും, പിന്നെ തല പോകും, എന്തൊക്കെ കാണേണ്ടി വരുന്നേ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. പുന്നാര മോൻ എന്തോ ജോലിയൊക്കെ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. അതോ ഇനിയിപ്പോൾ അതും വെറുതെ പറഞ്ഞതാണോ? അപ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്ര ഒന്ന് പേടിച്ചു പോയി. ഇനിയിപ്പം നമ്മുടെ സച്ചി എന്തെങ്കിലും അറിഞ്ഞോ എന്നായിപ്പോയി ചന്ദ്രയുടെ ആ ഒരു ഇതേ. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, അല്ല ഞാൻ വേറൊന്നും കൊണ്ടും അല്ല ചോദിച്ചത്, അവൻ ഇതുവരെ ഇവിടെ ഒരു ചെലവിന് പോലും തരാൻ തുടങ്ങിയില്ല. അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, അവനിനി ജോലിക്ക് പോകാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. ജോലിക്ക് പോയി 1 മാസം കഴിഞ്ഞേ ശമ്പളമൊക്കെ കിട്ടത്തുള്ളൂ, സാലറിയൊക്കെ കിട്ടത്തുള്ളൂ. നിന്നെപ്പോലെ ഡ്രൈവിംഗ് അല്ല അവന് പണി. അവന് ഓഫീസിൽ പോയേ AC-യുടെ മൂട്ടിലിരുന്ന് അവൻ ജോലി ചെയ്യുന്നത്, അതും കറങ്ങുന്ന കസേരയിൽ. ഇത് കേട്ടോണ്ടേ നമ്മുടെ സച്ചി പറഞ്ഞു, കറങ്ങുന്ന കസേര മനുഷ്യരെ കറക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഏറ്റവും വലിയ കറക്കം എൻ്റെ അച്ഛനിട്ട് അവൻ കൊടുത്തു. ഇനിയിപ്പോൾ ആരെയൊക്കെ കറക്കാനാണ് അവൻ്റെ ഉദ്ദേശം? പിന്നെ ഈ വിവാഹം നടക്കോ ഇല്ലയോ എന്നൊക്കെ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അവൻ്റെ ഒരിതനുസരിച്ചേ ഈ വിവാഹവും മുടങ്ങാനാ ചാൻസ് കൂടുതൽ. മിക്കവാറും ഇവനല്ലേ കഴിഞ്ഞ പ്രാവശ്യം രേവതിനെ പറ്റിച്ചിട്ട് ഓടിപ്പോയത്. ഈ പ്രാവശ്യം ചിലപ്പം ആ പെണ്ണ് ഓടിപ്പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, സച്ചി കുറച്ച് കൂടുന്നുണ്ട്, നീ മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി വന്നു കേട്ടോ. രേവതി അമ്പലത്തിലൊക്കെ പോയിട്ടാണ് വന്നത്. അപ്പോഴത്തെ രേവതി വന്ന ഉടനെ തന്നെ നമ്മുടെ ചന്ദ്ര, ഓ വന്നല്ലോ മനുഷ്യനെ വീണ് ഈ പഴുതി കിടത്തിയേക്കുന്നതേ ഇവള ഒറ്റയൊരുത്തി. അപ്പോൾ സച്ചി പറഞ്ഞു, ഓ എൻ്റെ പൊന്ന് രേവതി, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അമ്പലത്തിലൊന്നും പോകണ്ട, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടെന്ന്.
പുന്നാര മരുമകള് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാ. എടി രേവതി, ഞാനൊരു കാര്യം പറയട്ടെ, നിന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം, അല്ലാതെ നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയല്ല നീ പ്രാർത്ഥിക്കേണ്ടത്. പറഞ്ഞത് കേട്ടില്ലേ എൻ്റെ അമ്മ, നിന്റെ അമ്മായിയമ്മ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, ഇവളുടെ അമ്മായിയമ്മയാകാനേ എന്നെ കിട്ടില്ല. പെട്ടെന്ന് അച്ചമ്മ, അതെ ചന്ദ്രയെ, നിനക്ക് കുറച്ചേ കൂടുന്നതിനാ നിനക്ക് ദൈവം തന്നത്. ഇതൊന്നും പോരെ നിനക്ക്, ഇനിയും നിനക്ക് തരണോ? ഇനിയും വേണമെങ്കിൽ ദൈവം നിനക്ക് തന്നോളും, എന്നാലും നീ പഠിക്കില്ല. അതങ്ങനെയാണല്ലോ, എത്ര തല്ലിയാലും എത്ര കൊണ്ടാലും കൊടുത്താലും ഒന്നും നീ പഠിക്കില്ല. നിന്റെ സ്വഭാവം ഇങ്ങനെയായിപ്പോയി, അത് നിനക്ക് ജന്മനാൽ കിട്ടിയതാ, അത് മാറില്ല. എടി രേവതി മോളെ കണ്ട് പഠിക്കടി. അവളുണ്ടല്ലോ, നീ അവളെ എത്രമാത്രം ദ്രോഹിച്ചു, എന്നിട്ട് പോലും നിനക്ക് വേണ്ടി ഇന്ന് അമ്പലത്തിൽ പോയി അവൾ പ്രാർത്ഥിച്ചു, അറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും വലിയ പുച്ഛത്തിൽ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ ഇരിക്കുകയാണ്. ഏതായാലും ഇതേ സമയം നമ്മുടെ സച്ചി പറഞ്ഞു, ഏതായാലും ഞാൻ പോകുക, എനിക്കിവിടെ കിന്നരിച്ചുകൊണ്ട് നിൽക്കാനൊന്നും സമയമില്ല, അതുകൊണ്ട് ഞാൻ പോകുക എന്ന് പറഞ്ഞു. ഏതായാലും സച്ചി ഇറങ്ങാൻ തുടങ്ങി. ഈ സമയത്താണ് നമ്മുടെ രേവതി അച്ചമ്മയായിട്ട് സംസാരിക്കുന്നത്. വേറൊന്നുമല്ല അച്ചമ്മയായിട്ട് സംസാരിക്കുന്നത്, എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും അമ്മയുടെ വേദന കുറയണ്ടേ. ആ വേദന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുക. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അച്ചമ്മയ്ക്ക് ഈ പൊടിക്കൈകളൊക്കെ അറിയത്തില്ലേ, അത് വല്ലതും ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞപ്പം സച്ചി വന്നിട്ട് പറഞ്ഞു, ഞാൻ പോകാൻ തുടങ്ങുക, നിങ്ങളിവിടെ പൊടിക്കൈയും ചെയ്തുകൊണ്ടിരുന്നോ, വേറൊരു പണിയില്ലേ, 2-3 ദിവസം വേദന തിന്നട്ടെ എന്നിങ്ങനെ പറഞ്ഞപ്പം രേവതി പറഞ്ഞു, അയ്യോ അങ്ങനെ പറയരുത്, ഒരാൾക്ക് വേദന വരിക, ആ വേദന അയാൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കല്ലേ അറിയത്തുള്ളൂ, അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല, പ്രത്യേകിച്ച് അത് നിങ്ങളുടെ അമ്മയല്ലേ എന്ന് പറയുമ്പോൾ ഒരമ്മ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ അച്ചമ്മ പറഞ്ഞു, സച്ചി നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ കുറച്ച് ലിസ്റ്റ് തരാം, അത് നീ മേടിച്ചോണ്ട് വാ. എന്ത് ലിസ്റ്റ്? പച്ചമരുന്നിൻ്റെയോ? പച്ചമരുന്ന് നീ കാടും പടപ്പൊക്കെ പറിക്കാൻ വേണ്ടിയേ കാട്ടിലൊക്കെ കയറി പോകേണ്ടി വരും, അതിനൊന്നും എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞപ്പം, അതെ നീ കാട്ടിലൊന്നും കയറി പോകേണ്ട ഒരു കാര്യമില്ല, നീയേ ഇവിടെ അങ്ങാടിക്കടകൾ കാണും, ആ അങ്ങാടിക്കടയിൽ പോയി ഞാൻ പറയുന്നതെല്ലാം മേടിച്ചുകൊണ്ട് വന്നാൽ മതി. ഞാനൊരു കഷായം വെക്കാം, ചതവിനും ഉളുക്കിനും ഒക്കെ നല്ലതാ, വേദനയും കുറഞ്ഞു കിട്ടും. അല്ലാതെ ഈ ഇംഗ്ലീഷ് മരുന്നൊന്നും കഴിച്ചാലേ അത്രയ്ക്ക് വേദന കുറയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, പ്ലീസ് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ പോയിട്ട് വരുമ്പം ആ മരുന്നൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. രേവതിയുടെ ഈ സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിക്ക് ദേഷ്യം വന്നു. സച്ചി പറഞ്ഞു, എടി നിനക്ക് എന്താ വട്ടുണ്ടോ, നിന്നെ ദ്രോഹിച്ചത് പോരെ നിനക്ക്, ഇനി ദേ വേദനയൊക്കെ കഴിയുമ്പം അടുത്ത പണി നിനക്കിട്ട് തരും, അതിനുവേണ്ടിയാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അല്ല, എന്നെ എത്ര ദ്രോഹിച്ചാലും ഞാൻ പറയുന്ന ഒന്ന് കേക്ക്, പ്ലീസ് ഒന്ന് മേടിച്ചോണ്ട് വാന്ന് പറഞ്ഞപ്പോഴത്തേക്കും മേടിച്ചോണ്ട് വരാം, പിന്നെ അല്ലാതെ എന്താ ചെയ്യുന്നത്, ഏതായാലും ലിസ്റ്റ് താന്നൊക്കെ പറഞ്ഞു. ഏതായാലും അച്ഛമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തു, സച്ചി അങ്ങ് പോയി കേട്ടോ. പിന്നെ കാണിക്കുന്ന സീനിൽ നമ്മുടെ സച്ചി ഉണ്ടല്ലോ പച്ചമരുന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പം പച്ചമരുന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ സച്ചി അച്ചമ്മയുടെ കൈ കൊടുത്തു. അപ്പോൾ അച്ചമ്മയാണെങ്കിൽ എല്ലാം കൂടെ ഒന്ന് അരച്ച് കലക്കി എന്തോ കഷായമൊക്കെ ഉണ്ടാക്കി. ഇതേ സമയം നമ്മുടെ ചന്ദ്രയും സുധിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ചന്ദ്രയും സുധിയും വേറൊന്നുമല്ല, വിവാഹക്കാര്യം തന്നെയാണ് സംസാരിക്കുന്നത്. എങ്ങനെയെങ്കിലും വിവാഹത്തിന് മുമ്പ് തന്നെ അമ്മയ്ക്ക് എണീറ്റ് നടക്കണം, നിങ്ങളുടെ വിവാഹം എനിക്ക് നല്ല രീതിയിൽ തന്നെ നിന്ന് കാണണം മോനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ അച്ചമ്മയും രേവതിയും സച്ചിയൊക്കെ ആ മരുന്നുമായിട്ട് കയറി വരിക. സച്ചിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് ഇടയ്ക്ക് അച്ചമ്മയോട്, ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ, ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് തിരിച്ചു കൊത്തുള്ളൂ രേവതി എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും രണ്ടും കൽപ്പിച്ച് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു, അതെ ചന്ദ്രേ നിൻ്റെ വേദന എങ്ങനെയുണ്ട്? വേദന ഒട്ടും കുറവില്ല അമ്മയെന്ന് പറഞ്ഞപ്പം, എങ്കിൽ പിന്നെ വേദന കുറയാനുള്ളൊരു കാര്യം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഏതായാലും നീ അതിങ്ങെടുക്ക്. നിൻ്റെ മരുമകൾ കഷ്ടപ്പെട്ട് ചെയ്ത സംഭവമാണ്. നീ ഒരു കാര്യം ഓർക്കണം, നീ ഇനിയെങ്കിലും നിൻ്റെ മരുമകളെ സ്നേഹിക്കാൻ നോക്ക്. കാരണമേ ഇങ്ങനെ എന്തെങ്കിലും ആപത്തായിട്ട് കിടന്നു കഴിഞ്ഞാലേ ഈ രേവതി മാത്രമേ നിനക്ക് കാണത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര, ഇവളാണോ മരുന്നുണ്ടാക്കിയത്? ഇവളുണ്ടാക്കിയ മരുന്ന് എനിക്ക് വേണ്ട, ഇവളെന്നെ കൊല്ലാൻ വല്ലതും ഉണ്ടാക്കി തരും, അതെന്തേ ഇവനും കൂടെ ചേർന്നെന്ന് പറഞ്ഞ് സച്ചിയുടെ നേരെ കൈ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ സച്ചി പറഞ്ഞു, ഞാൻ അപ്പോഴേ അച്ചമ്മയോട് പറഞ്ഞതല്ലേ, ഇതൊന്നും പറ്റില്ല അച്ചമ്മേ, ഇതൊന്നും പറ്റില്ല. ദേ ഈ സ്ത്രീ ഉണ്ടല്ലോ കുറച്ച് നേരം വേദന അനുഭവിച്ച് ഇവിടെ കിടക്കട്ടെ, കല്യാണം ഒന്നും കൂടണ്ട, മകൻ്റെ കല്യാണം അല്ലെങ്കിലും കൂടാൻ ചാൻസും കുറവായിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, നീ എപ്പോഴും ഈ കല്യാണത്തിൻ്റെ കാര്യം എന്നാത്തിന് എടുത്തിടുന്നതെന്ന് ചോദിച്ചപ്പം, ഞാനങ്ങ് ചുമ്മാ പറഞ്ഞതാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രൻ നീ ഒരു കാര്യം ചെയ്യാം, അമ്മയ്ക്ക് നല്ല മരുന്നൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്നതാണ്, ഇത് അമ്മയും കൂടെ ചേർന്നാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് ഇത് കഴിച്ചാൽ നിൻ്റെ വേദന പെട്ടെന്ന് കുറയുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറ്റില്ല,
ഇത് ഇവളും കൂടെ ചേർന്നല്ലേ ഉണ്ടാക്കിയത്. എനിക്കറിയാം ഇവരെന്തോ സാധനം ഇതിൽ അരച്ച് കലക്കി ചേർത്തിട്ടുണ്ട്. മിക്കവാറും എന്നെ മയക്കാനുള്ളതോ അല്ലെങ്കിൽ എന്നെ കൊല്ലാനുള്ളതോ ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ രവീന്ദ്രൻ അങ്ങ് ദേഷ്യം വന്നു. രവീന്ദ്രൻ പറഞ്ഞു, അങ്ങനെയാണോ, എങ്കിൽ പിന്നെ നിന്നെ ഇത് കൂടിപ്പിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞു. സച്ചിയും പറഞ്ഞു, അത് ശരിയാ, എങ്കിൽ പിന്നെ അമ്മേനെ കൊണ്ട് ഇത് കൂടിപ്പിച്ചിട്ട് തന്നെ കാര്യം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, മര്യാദയ്ക്ക് അവിടെ കിടന്നോണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്തിനെ ഇങ്ങ് വിളിച്ചു. അപ്പോൾ ശ്രീകാന്ത് വന്നു. എടാ നീ ആ കൈ പിടിച്ചോളാൻ പറഞ്ഞു, ഞാൻ ഈ കൈ പിടിച്ചോളാന്നും പറഞ്ഞു. ഏതായാലും രണ്ടുപേരും ആ കയ്യിലും ഈ കയ്യിലും പിടിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് സുധിയാണെങ്കിൽ അയ്യോ എൻ്റെ അമ്മേനെ ഒന്നും ചെയ്യല്ലേ, അമ്മയ്ക്ക് വേണ്ടേ, അത് കൊടുക്കണ്ടേ എന്നൊക്കെ ഇപ്പോൾ കിടന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു, മര്യാദയ്ക്ക് നീ അങ്ങോട്ട് മാറി നിന്നോളാൻ പറഞ്ഞു. എന്താ ചെയ്യേണ്ടതെന്നേ ഞങ്ങൾക്കറിയാം, അമ്മയുടെ പൊന്നാര മോനെ അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും സുധി അങ്ങ് മാറിയിട്ടോ. സുധി മാറി ഈ സമയം കൊണ്ട് സച്ചിയും ശ്രീകാന്തും ഒക്കെ ഒരുപാട് പാടുപെട്ടാണ് ആ ഒരു കഷായം കുടിപ്പിക്കുന്നത്. ഏതായാലും ആ ഒരു കഷായം കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് സത്യമായിട്ട് ഇങ്ങനെ ഓക്കാനിക്കാൻ വരെ വരുന്നുണ്ട് കേട്ടോ. കാരണം പച്ച ഇല കൊണ്ടും അതുപോലെ തന്നെ അറിയാമല്ലോ നമ്മുടെ ഈ കഷായത്തിനൊക്കെ ചെറിയ കമർപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചന്ദ്രയ്ക്ക് വല്ലാണ്ടങ്ങ് ആയിപ്പോയി. ഇത് കഴിച്ചങ്ങ് ഇറക്കിയെല്ലാം കഴിച്ചൊരു ഏമ്പക്കം അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, ഇപ്പോഴേ അമ്മ കുടിച്ചത് എന്താണെന്നറിയാമോ, കൊടും വിഷം. ഇത് പതുക്കെ നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താടാ നീ പറഞ്ഞത്? അത് തന്നെയാ. ഏതായാലും എൻ്റെ അമ്മയുടെ അഹങ്കാരം ഇനി കുറയും. പതുക്കെ കൈ രണ്ടും തളരും, കാല് രണ്ടും തളരും. പിന്നെ പതുക്കെ എല്ലാ അവയവങ്ങളും നിശ്ചലമാകും. പിന്നെ ഈ കട്ടിലിൽ കിടക്കേണ്ടി വരും. പിന്നെ എങ്ങനെയാ ഈ ചന്ദ്രമതി എല്ലാവരെയും ഉപദ്രവിക്കാൻ വരുന്നത്? അതും കൊണ്ട് ഞങ്ങളൊക്കെ ചേർന്ന് ഉണ്ടാക്കിയ ഒരിതാന്ന് പറഞ്ഞു. ഇത് കേട്ടതും ചന്ദ്ര, അയ്യോ എൻ്റെ മോൻ്റെ കല്യാണം മുടങ്ങുവേ, എൻ്റെ മോൻ്റെ കല്യാണം എനിക്ക് കാണാൻ പറ്റൂലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പരവശപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ അച്ചമ്മ പറഞ്ഞു, ദേ എൻ്റെ പൊന്ന് സച്ചി നീ മിണ്ടാതിരിക്കുക, ചന്ദ്രേ ഇവൻ വെറുതെ പറയുന്നതെന്ന് പറഞ്ഞപ്പം രവീന്ദ്രൻ, അതെ നിൻ്റെ മോൻ്റെ സ്നേഹം കണ്ടോ എന്ന് പറഞ്ഞു. ഇത് കേട്ടതും സച്ചിക്ക് ദേഷ്യം വന്നു കേട്ടോ. സ്നേഹം കോപ്പ്, എനിക്കൊരു സ്നേഹവും ഇല്ല. അച്ചമ്മയും അതുപോലെ രേവതിയും കൂടെ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനിത് മേടിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. അപ്പോഴേക്കും വീണ്ടും നമ്മുടെ രവീന്ദ്രൻ പറയാണ്, അതെ ഇനിയെങ്കിലും നീ മനസ്സിലാക്കടേ, നിൻ്റെ മകനില്ലേ സച്ചി, അവന് നിന്നോട് സ്നേഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. ഇത് വിഷമൊന്നുമല്ല, ഇതേ വേദന പോകാനുള്ള വേദന സംഹാരി എന്ന് പറയും. ഈ കഷായം കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വേദന മാറും. ഇതെല്ലാം മേടിച്ചുകൊണ്ട് വന്നതേ അവൻ തന്നെയാ സച്ചി എന്ന് പറഞ്ഞു. അപ്പം അച്ഛമ്മ പറഞ്ഞു, അതിനെന്താ ഇവളോട് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവക്കെന്നും സുതി ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. എടി നിൻ്റെ വയറ്റിൽ 3 മക്കളുണ്ടായിട്ടുണ്ട്. ആ 3 മക്കളെ നീ ഒരുപോലെ സ്നേഹിക്കാൻ നോക്ക്. അല്ലെങ്കിലേ ലാസ്റ്റ് നിന്നെ നോക്കാൻ ആരും കാണില്ല. പിന്നെ രേവതിയുടെ കാര്യം ഞാൻ പറയാം, ഇവളെ ലാസ്റ്റ് നിനക്ക് കാണത്തുള്ളൂ എന്ന് പറഞ്ഞു. ഏതായാലും ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അച്ഛമ്മ അങ്ങ് ഇറങ്ങിപ്പോയി, രേവതി അങ്ങ് ഇറങ്ങിപ്പോയി. രേവതി എല്ലാവരും അങ്ങ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടോ. അപ്പോൾ രേവതി വാതിലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പതുക്കെ നോക്കുകയാണ് ചന്ദ്രനെ. അപ്പം ചന്ദ്ര സൂക്ഷിച്ച് ഇങ്ങനെ രേവതിനെ തന്നെ നോക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതിനെയാണ്. ശ്രുതി ഇങ്ങനെ ബ്യൂട്ടി പാർലറിലേക്ക് പോകാൻ ഇറങ്ങി നിൽക്കുമ്പോൾ പെട്ടെന്നൊരു കോള് വരിക. ആരാണ് വിളിക്കുന്നത്? വേറെ ആരുമല്ല, ആ മാനേജർ തന്നെയാണ് കേട്ടോ. അപ്പം ഫോൺ കോൾ കണ്ടപ്പോഴത്തേക്ക് ഇവൻ എന്തിനും ഇപ്പം പിന്നെ വിളിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് കൂട്ടുകാരോട് അതൊക്കെ പറഞ്ഞിട്ടാണ് കോൾ എടുത്തപ്പോഴത്തേക്കും നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും തന്നെ ആ മാനേജർ പറഞ്ഞു, അതെ എടി നീ ചൂടാകാതെ, ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. നിൻ്റെ കുറച്ച് രഹസ്യങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ എന്ത് രഹസ്യം നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളത്? നിങ്ങൾ കുറേ നാളായല്ലോ പറയാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ ഒരു രഹസ്യം കണ്ടുപിടിച്ചതിൻ്റെ ഇത് നിങ്ങൾക്ക് ഇതുവരെ തീർന്നില്ലേ? സുധിയുടെ കയ്യിൽ നിന്ന് ഒരടി നിങ്ങൾക്ക് കിട്ടിയതല്ലേ എന്ന് പറഞ്ഞപ്പം, കല്യാണി ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ പറഞ്ഞു. കല്യാണിന്ന് വിളിച്ചതും നമ്മുടെ ശ്രുതി ചങ്കിൽ കൈവച്ച് പോയിട്ടോ. കാരണം കല്യാണിന്ന് വിളിച്ചതും ശ്രുതിക്ക് കാര്യം പിടികിട്ടി, എല്ലാം അയാൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന്. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. പിന്നെ അയാളും മൊത്തം ബ്ലാക്ക് മെയിൽ ചെയ്യാണ് കേട്ടോ. നിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, നിൻ്റെ നാട്ടിൽ പോയി, അതുകൊണ്ട് എനിക്ക് നിന്നെ എത്രയും പെട്ടെന്നൊന്ന് കാണണം. ഇതൊക്കെ വേറെ ആരോടെങ്കിലും പറയാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്നിടത്ത് വരണം. ഞാൻ പറയാം ഒരു ഹോട്ടൽ, എന്നിട്ട് റൂം നമ്പറും പറയുകയാണ്, അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. കൂട്ടുകാരിക്ക് ഇത് കേട്ടപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ കലി വന്നിട്ട് കൂട്ടുകാരി ദേഷ്യപ്പെട്ടു കേട്ടോ. അപ്പോഴത്തേക്കും നിൻ്റെ കൂട്ടുകാരിയോട് മിണ്ടാതിരിക്കാൻ പറ, ഇത് നിൻ്റെ ജീവിതമാണ്, നിൻ്റെ ഭാവിയാണ്, നീയാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞു.
അങ്ങനെ നമ്മുടെ ശ്രുതി വല്ലാത്തൊരവസ്ഥയിൽ പെട്ടു നിൽക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ച് നാളത്തെ വിശേഷം അവസാനിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. പിന്നെ നമ്മുടെ പുതിയ ചാനലിൻ്റെ കാര്യം അറിയാലോ, നമ്മൾ വ്ളോഗൊക്കെ ചെയ്യുന്ന ഒരു ചാനലുണ്ട്. അപ്പം ഇതുവരെ നിങ്ങൾ ആരും അത് കണ്ടിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റി പോയൊന്ന് നോക്കണം. നോക്കിക്കഴിഞ്ഞ് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ 9 മണിക്ക് ലൈവും വരാറുണ്ട്. അപ്പം ലൈവിൽ വരുവാണെങ്കിൽ നമുക്ക് നമ്മുടെ വിശേഷങ്ങളൊക്കെ നേരിട്ട് കണ്ട് നമുക്ക് പങ്കുവയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു അടിപൊളി ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.